വെള്ളാരങ്കല്ലൂർ എന്ന ചെറിയ ഗ്രാമം. ഞാനവിടെയുള്ള ഒരു ചായക്കടയിലെ സപ്ലയറായി ജോലി ചെയ്തിരുന്ന സമയം ഗ്രാമത്തിലെ പ്രധാന കവലയിലാണ് കട സ്ഥിതി ചെയ്തിരുന്നത്. പ്രധാന കവലയെന്നാൽ ചായക്കട കൂടാതെ 4-5 ഓട്ടോകൾ മാത്രമുള്ള ഓട്ടോ ലാൻഡും, ഒരു പലചരക്ക് കടയും, ഒരു സൈക്കിൾ വർക്ക്ഷോപ്പും, റേഷൻ കടയും, പിന്നെ ഒരു ബസ് സ്റ്റോപ്പും മാത്രമുള്ള ഒരിടം. ബസ് സ്റ്റോപ്പിൽ രാവിലെയും വൈകുന്നേരവും ടൗണിലേക്ക് ജോലിക്ക് പോയി വരുന്നവരുടെ തിരക്കുണ്ടാവും. അതൊഴിച്ചാൽ പിന്നെ കവല ഒട്ടുമിക്ക സമയത്തും വിജനമായിരിക്കും. കടയിൽ എന്നെ കൂടാതെ ചായ തയ്യാറാക്കാൻ മാത്രം ഒരാളുണ്ട്, വേണുചേട്ടൻ. കടയുടമയായ രാഘവൻ ചേട്ടനാണ് പാചകം. അങ്ങനെ ആകെ 3 പേർ മാത്രമുള്ള ഒരു കൊച്ചു കട. വളരെ കുറച്ച് മാസത്തോളമേ ഞാനവിടെ ഉണ്ടായിരുന്നുള്ളൂ. കട രാവിലെ 5:30-ക്ക് തുറക്കും. അടയ്ക്കുന്നത് തിരക്കനുസരിച്ചാണ്. അധികം തിരക്കൊന്നുമില്ലെങ്കിൽ രാത്രി ഒരു 8 മണിക്കൊക്കെ അടയ്ക്കും. നല്ല തിരക്കുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ 9:30 ആവും. പക്ഷേ അത്ര വൈകുന്നത് അപൂർവമാണ്. പൊതുവെ ഒരു 8 മണി, അത് വിട്ടു പോവാറില്ല. രാവിലെ 5:30-ഓടെ ഞാൻ കടയിലെത്തും. ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ വേണുചേട്ടൻ, ഞങ്ങളിൽ ആരെങ്കിലും ഒരാളായിരിക്കും ആദ്യം എത്തുക. എന്തായാലും ഞങ്ങൾ എത്തുമ്പോഴേക്കും രാഘവൻ ചേട്ടൻ കടയുടെ മുന്നിൽ നിൽപ്പുണ്ടാവും. പിന്നെ ആരാണോ ആദ്യം എത്തുന്നത് അവരെ കൊണ്ട് കട തുറപ്പിക്കും. അവർ കടയുടെ ഉള്ളിൽ കയറി ലൈറ്റെല്ലാം ഓൺ ചെയ്ത ശേഷം മാത്രമേ രാഘവൻ ചേട്ടൻ കടയുടെ ഉള്ളിലേക്ക് കയറൂ. അതൊരു പതിവാണ്. കട അടയ്ക്കുന്ന നേരത്തും അങ്ങനെ തന്നെ. ആ പണി നിത്യവും വേണുചേട്ടനും ഞാനും ചേർന്നാണ് ചെയ്യാറുള്ളത്. കട അടയ്ക്കുന്നതിന് മുന്നോടിയായി എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞ ശേഷം രാഘവൻ ചേട്ടൻ കടയുടെ പുറത്തേക്കിറങ്ങി നിൽക്കും. ലൈറ്റുകളെല്ലാം അണച്ച ശേഷം ഞങ്ങൾ പുറത്തേക്കിറങ്ങി കട പൂട്ടി താക്കോൽ രാഘവൻ ചേട്ടനെ ഏൽപ്പിക്കും. സാധാരണ ഒട്ടുമിക്ക കട ഉടമകളും നേരെ തിരിച്ചാണ് ചെയ്യാറുള്ളത്. ആദ്യം അവരായിരിക്കും കടയുടെ ഉള്ളിലേക്ക് കയറുക, അതിനുശേഷമായിരിക്കും തൊഴിലാളികൾ. ഇവിടെ നേരെ തിരിച്ചും. ഒരു ദിവസം ഞാൻ ഇക്കാര്യം രഹസ്യമായി വേണുചേട്ടനോട് ചോദിച്ചു. അപ്പോഴാണ് പുള്ളി അത് പറയുന്നത്. രാഘവൻ ചേട്ടന് ഇരുട്ട് പേടിയാണത്രേ. അത് കേട്ടെനിക്ക് ചിരി വന്നു. മുമ്പൊരിക്കൽ വേറെന്തോ സംസാരിക്കുന്ന നേരത്ത് രാഘവൻ ചേട്ടൻ്റെ വായിൽ നിന്നും അറിയാതെ വീണുപോയതാണ് ഇക്കാര്യം. ഇത്ര മുതിർന്ന ഒരാൾക്ക് ഇരുട്ടിനെ പേടിയോ? എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും അതും പറഞ്ഞ് ഞാനും വേണുചേട്ടനും കുറേ ചിരിച്ചു. അതുമാത്രമല്ല, രാഘവൻ ചേട്ടന് പിന്നെയും ചില ശീലങ്ങളുണ്ട്. അതിലൊന്ന്, കടയിൽ മരം കൊണ്ടുള്ള ഒരു പഴയ മേശയുണ്ട്. അതിൽ വെച്ച് മാത്രമേ ഭക്ഷണം കഴിക്കൂ എന്നതാണ്. കടയിലാകെ കൂടെ 2 മേശകളേ ഉള്ളൂ. ഈ മരം കൊണ്ടുള്ള പഴയതാണൊന്ന്, പിന്നെയുള്ളത് അല്പം പുതിയതാണ്, സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചത്. ഇന്നേ വരെ പുള്ളിക്കാരൻ ആ സ്റ്റീൽ മേശമേൽ വെച്ച് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. രാഘവൻ ചേട്ടന് ഷുഗർ ഉള്ളതുകൊണ്ട് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പൊതുവെ പുള്ളി നിത്യവും ഒരേ സമയത്ത് തന്നെ ഭക്ഷണം കഴിക്കാനും ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ കടയിൽ തിരക്കുള്ള ദിവസങ്ങളിൽ പുള്ളിക്ക് അതിന് സാധിക്കാറില്ല. ചില ദിവസങ്ങളിൽ സ്റ്റീൽ മേശ ഒഴിഞ്ഞു കിടന്നാലും മരമേശ ഒഴിയുന്നതുവരെ ആൾ കാത്തു നിൽക്കും. ചില ആളുകൾക്ക് അങ്ങനെ ചില ശീലങ്ങളുണ്ട്, പ്രത്യേകിച്ച് പ്രായമായവർക്ക്. അവർ ചില പാത്രങ്ങളിൽ മാത്രമേ ഭക്ഷണം കഴിക്കൂ, ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉറങ്ങാൻ കിടക്കൂ, അങ്ങനെയൊക്കെ. എൻ്റെ അപ്പൂപ്പൻ അങ്ങനെയുള്ള ഒരാളായിരുന്നു. അപ്പൂപ്പന് ഒരു കട്ടിലുണ്ട്, അതിൽ മാത്രമേ കിടക്കൂ. അതുകൊണ്ട് തന്നെ വർഷങ്ങളായി അപ്പൂപ്പൻ വീട് വിട്ട് വേറെ എവിടേക്കെങ്കിലും പോയാൽ തന്നെ അപ്പൂപ്പൻ രാത്രിയാവുന്നതിന് മുന്നേ തിരിച്ചെത്തും. ആ കട്ടിലിൽ കിടന്നാൽ മാത്രമേ ഉറക്കം വരൂ എന്നാണ് ആൾ പറയാറുള്ളത്. ചിലപ്പോൾ രാഘവൻ ചേട്ടനും അങ്ങനെയായിരിക്കും. ആ ഒരു മേശ പുറത്ത് വെച്ച് കഴിച്ചാലേ തൃപ്തി കിട്ടുമായിരിക്കൂ, അല്ലെങ്കിൽ ആ മേശയോട് വല്ല പ്രിയവും കാണുമായിരിക്കും. അതിന് സാധ്യതയുണ്ട്. കാരണം രാഘവൻ ചേട്ടൻ്റെ അച്ഛൻ കട തുടങ്ങുന്ന കാലത്ത് വാങ്ങിയതാണ് ആ മേശ. അതായത് രാഘവൻ ചേട്ടൻ്റെ കുട്ടിക്കാലത്ത്. ഒരുപക്ഷെ അന്നു മുതൽ അതിലിരുന്ന് ഭക്ഷണം കഴിച്ച് ആ മേശ പുള്ളിയുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കും. ഈ 2 മേശകൾ മാത്രമേ കടയിലുള്ളൂ. 2ൻ്റെയും ഇരുവശങ്ങളിലും ബെഞ്ചുകളുമുണ്ട്. കടയ്ക്ക് നീളം കുറവായിരുന്നതുകൊണ്ട് ഇരുവശങ്ങളിലെയും ചുവരുകളോട് ചേരുന്ന രീതിയിൽ 2ഇടത്തായാണ് മേശകൾ ഇട്ടിരുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം, അന്ന് ഉച്ചയ്ക്ക് കടയിൽ പതിവിലുമധികം തിരക്കുണ്ടായിരുന്നു. ചില പ്രത്യേക ദിവസങ്ങളിൽ അങ്ങനെയാണ്, തിരക്ക് കൂടുതലായിരിക്കും. അടുത്തുള്ള ഭഗവതി ക്ഷേത്രത്തിലെ കുളം നവീകരണവുമായി ബന്ധപ്പെട്ട് ചില പണികൾ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ പണിക്കാർ വന്നത് മൂലമായിരുന്നു അന്നത്തെ തിരക്ക്. അതുകൊണ്ട് തന്നെ രാഘവൻ ചേട്ടന് തൻ്റെ ഉച്ചഭക്ഷണത്തിൻ്റെ പതിവ് സമയക്രമം തെറ്റിക്കേണ്ടി വന്നു. ഇടയ്ക്കൊരു നേരത്ത് സ്റ്റീൽ മേശ ഒന്നൊഴിഞ്ഞെങ്കിലും പുള്ളി അത് ഗൗനിക്കാതെ മരമേശ ഒഴിയുന്നതുവരെ ഓരോ പണികളും ചെയ്തു നിന്നു. ഷുഗർ കുറഞ്ഞാൽ പുള്ളിക്ക് കൈയുറയ്ക്കും. പിന്നെ കാര്യമായി ഒന്നും ചെയ്യാനും പറ്റില്ല. അങ്ങനെ കൈയുറയ്ക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. മരമേശയാണെങ്കിൽ ഇപ്പോഴൊന്നും ഒഴിയുന്ന മട്ടുമില്ല. അതുകൊണ്ട് ആൾ അതും സഹിച്ചു നിൽക്കുകയാണ്. ഇങ്ങനെയുമുണ്ടോ ഒരു നിർബന്ധ ബുദ്ധി? എന്തായാലും പുള്ളിയുടെ കട തന്നെയല്ലേ. പുള്ളി പൈസ മുടക്കി വാങ്ങിച്ച മേശയും അതിൽ വെച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാലെന്താ? ആ വിറയൽ കണ്ടപ്പോൾ എനിക്ക് തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോൾ തിരക്ക് സ്വിച്ചിട്ടാലെന്ന പോലെ കുറഞ്ഞു എന്നാൽ എല്ലാവരും പെട്ടെന്നങ്ങ് കഴിച്ചു തീർത്തു പോയി. കടയിൽ വീണ്ടും ഞങ്ങൾ 3 പേർ മാത്രമായി.
അതോടെ രാഘവൻ ചേട്ടൻ തനിക്ക് കഴിക്കാനുള്ള ഭക്ഷണവും എടുത്ത് മരമേശമേൽ കൊണ്ടുവച്ചു. ആ സമയത്താണ് പ്രായമായ ഒരാൾ പുള്ളിക്കാരനെ കടയുടെ പുറത്തു നിന്നുകൊണ്ട് വിളിക്കുന്നത്. ആളുടെ അച്ഛൻ്റെ അകന്ന ഒരു ബന്ധുവായിരുന്നു അത്. വല്ലാത്തൊരു മുഷിച്ചിലോടെ രാഘവൻ ചേട്ടൻ പുറത്തേക്ക് ചെന്നു. ഞാൻ നോക്കിയപ്പോൾ ചേട്ടൻ ഭക്ഷണം വെച്ചിരിക്കുന്നതിന് ചുറ്റും ഈച്ചകൾ ആർക്കുന്നു. പണിക്കാർ ഭക്ഷണം കഴിച്ചു പോയതിനു ശേഷം മേശ വൃത്തിയാക്കിയിരുന്നില്ല. ഞാൻ വേഗം ചെന്ന് രാഘവൻ ചേട്ടൻ എടുത്തു വെച്ച ഭക്ഷണം തൊട്ടപ്പുറത്തെ സ്റ്റീൽ മേശമേലേക്ക് മാറ്റിവെച്ച ശേഷം പഴംതുണി കൊണ്ട് മരമേശ തുടച്ച് വൃത്തിയാക്കി. അത് കഴിഞ്ഞ് ഞാൻ ആ ഭക്ഷണം അതേപടി മരമേശപ്പുറത്തേക്ക് എടുത്തു വെച്ചു. അതും കണ്ടുകൊണ്ട് അകത്തേക്ക് വന്ന രാഘവൻ ചേട്ടൻ ഒരലർച്ചയായിരുന്നു. നിന്നോടാരാ പറഞ്ഞത് ഞാൻ വെച്ച ഭക്ഷണം അതിലേക്ക് എടുത്തു മാറ്റാനെന്നും ചോദിച്ച്. അത് കേട്ട് ഞാനും വേണുചേട്ടനും ഞെട്ടിപ്പോയി. ഇന്നേ വരെ പുള്ളിക്കാരനെ അത്രയും ദേഷ്യപ്പെട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. പുള്ളി നേരെ വന്ന് ആ ഭക്ഷണ സാധനങ്ങളും എടുത്ത് വേസ്റ്റ് കൊട്ടയിൽ കൊണ്ടിട്ടു. അതിനുശേഷം കൈ കഴുകി വേറൊരു പാത്രത്തിൽ രണ്ടാമതും ഭക്ഷണം എടുത്തുകൊണ്ടുവന്ന് മരമേശമേൽ വെച്ചിരുന്ന് തിരക്കിയിട്ട് കഴിച്ചു. അതോടെ എനിക്കും വേണുചേട്ടനും ഒരു കാര്യം മനസ്സിലായി. പുള്ളിക്കാരന് ആ മരമേശയോട് പ്രത്യേക പ്രിയമൊന്നുമില്ല. മറിച്ച് ആ സ്റ്റീൽ മേശയോട് എന്തോ ഒരു വെറുപ്പാണുള്ളത്. അല്ലാതെ അതിൽ വെച്ചു എന്നൊരു കാരണത്താൽ ആ ഭക്ഷണ സാധനങ്ങൾ അപ്പാടെ എടുത്ത് കളയേണ്ട കാര്യമില്ല. എന്തായിരിക്കും രാഘവൻ ചേട്ടന് ആ സ്റ്റീൽ മേശയോട് ഇത്ര വെറുപ്പ് വരാൻ കാരണമെന്ന് ഞാനും വേണുചേട്ടനും കുറേ ആലോചിച്ചു. പിന്നെ പതിയെ ഞങ്ങളത് വിട്ടു. പുള്ളിയായി പുള്ളിയുടെ പാടായി, എന്തെങ്കിലും കാണിക്കട്ടെ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം വേണുചേട്ടൻ ഇനി മുതൽ തനിക്ക് വൈകുന്നേരം 6:30 വരെ മാത്രമേ പണിക്ക് നിൽക്കാൻ കഴിയൂ എന്ന് രാഘവൻ ചേട്ടനോട് പറഞ്ഞു. രാഘവൻ ചേട്ടൻ കാര്യമായൊന്നും തിരക്കിയില്ല. അങ്ങനെ മതിയെന്ന് സമ്മതിച്ചു. കാരണം വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞാൽ പിന്നെ ചായ കുടിക്കുന്നവർ പൊതുവെ കുറവാണ്. ഇനി അഥവാ വല്ലവരും ആവശ്യപ്പെട്ടാൽ രാഘവൻ ചേട്ടന് തന്നെ ചായ ഇടാവുന്നതേ ഉള്ളൂ. എന്തായാലും അതോടെ പണി കൂടുതലായത് എനിക്കാണ്. രാത്രി കട പൂട്ടാൻ നേരം ഉൾവശം മൊത്തം തനിച്ച് വൃത്തിയാക്കേണ്ടി വരും. അങ്ങനെ അന്ന് വൈകുന്നേരം പറഞ്ഞിരുന്ന പോലെ 6:30 ആയപ്പോൾ വേണുചേട്ടൻ കടയിൽ നിന്നും ഇറങ്ങി. 8 മണിവരെ കടയിൽ ഒറ്റയ്ക്കും തെറ്റയ്ക്കുമായി ആളുകൾ വന്നും പോയും ഇരുന്നു. 8 മണി കഴിഞ്ഞപ്പോൾ പിന്നെ ആരുമില്ലാതായി. അതോടെ കട അടയ്ക്കാമെന്ന് രാഘവൻ ചേട്ടൻ പറഞ്ഞു. എന്നത്തെയും പോലെ പുള്ളി കടയുടെ പുറത്ത് കടന്നു നിൽക്കുമെന്നായിരുന്നു ഞാൻ കരുതിയത്. പക്ഷേ കടയുടെ ഉൾവശം വൃത്തിയാക്കാൻ ആളെന്നെ സഹായിച്ചു. അതിനുശേഷമാണ് പുള്ളി പുറത്തേക്കിറങ്ങിയത്. ആൾ പുറത്തേക്കിറങ്ങിയ ശേഷം ഇനി ചെയ്യാൻ വല്ലതും ബാക്കിയുണ്ടോ എന്നറിയാൻ ഞാൻ കടയുടെ ഉൾവശം മൊത്തത്തിലൊന്ന് നിരീക്ഷിച്ചു. ഇല്ല, എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. ഞാൻ നേരെ ചെന്ന് ലൈറ്റ് കെടുത്തി. ആ സമയം എനിക്കൊപ്പം ആരോ കടയ്ക്കുള്ളിലുള്ള പോലെ ഒരു തോന്നൽ എനിക്കുണ്ടായി. എന്നും ഞാനും വേണുചേട്ടനും ചേർന്നായിരുന്നല്ലോ ഇതെല്ലാം ചെയ്യാറുണ്ടായിരുന്നത്. മനസ്സ് പുതിയ മാറ്റവുമായി പൊരുത്തപ്പെട്ടു വരുന്നതുവരെ ആ തോന്നലുണ്ടാവും. ഞാൻ പുറത്തേക്കിറങ്ങി കട പൂട്ടി താക്കോൽ രാഘവൻ ചേട്ടനെ ഏൽപ്പിച്ചു. അന്നേരം പുള്ളി എന്നെ വിചിത്രമായൊരു നോട്ടം നോക്കി. ഞാനെന്തോ ഭയങ്കര സംഭവമാണ് എന്നായിരുന്നു ആ നോട്ടത്തിൻ്റെ അർത്ഥം എന്നെനിക്ക് തോന്നി. ഞാനെന്ത് സംഭവം? പുള്ളിക്ക് ഇരുട്ട് പേടിയാണല്ലോ. ഒരു പക്ഷേ ഞാൻ ഇരുട്ടിൽ തനിച്ച് കടയുടെ ഉള്ളിൽ നിന്നത് കണ്ടപ്പോൾ പുള്ളിക്ക് അങ്ങനെ തോന്നിക്കാണും. നമുക്ക് ചെയ്യാൻ കഴിയാത്തത് ചെയ്യുന്നവരോടാണല്ലോ നമുക്ക് ആരാധനയും അസൂയയും ഒക്കെ തോന്നുക. ആ ദിവസം അങ്ങനെ കഴിഞ്ഞു. അതിനടുത്ത ദിവസവും രാത്രി ഒരു 8 മണിയോടെ കട അടച്ചു. അന്നും ലൈറ്റുകളെല്ലാം അണച്ചു കഴിഞ്ഞപ്പോൾ കടയുടെ ഉള്ളിൽ മറ്റാരോ കൂടിയുള്ള പോലെ എനിക്ക് തോന്നി. ഈ തോന്നൽ മാറാൻ കുറച്ച് ദിവസങ്ങൾ എടുക്കുമെന്നതുകൊണ്ട് ഞാനത് അവഗണിച്ച് പുറത്തേക്ക് കടന്നു. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയിക്കൊണ്ടിരുന്നു. എന്നിട്ടും എൻ്റെ ആ തോന്നൽ മാത്രം മാറിയില്ല. എപ്പോഴെല്ലാം രാത്രി കടയുടെ ഉള്ളിലെ ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്തോ അന്നേരമെല്ലാം എനിക്ക് മറ്റൊരാളുടെ സാന്നിധ്യം അനുഭവപ്പെട്ടുകൊണ്ടേയിരുന്നു. ഒരു ദിവസം ആ തോന്നൽ മൂലം ഞാൻ ശരിക്കും ഭയപ്പെടുക വരെയുണ്ടായി. അന്ന് കടയുടെ ഉൾവശം വൃത്തിയാക്കാൻ സഹായിച്ച ശേഷം രാഘവൻ ചേട്ടൻ എന്നത്തെയും പോലെ പുറത്തേക്കിറങ്ങി നിന്നു. ഞാൻ ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്തതും ആരോ എന്നെ തുറിച്ചു നോക്കി നിൽക്കുന്ന പോലെ ഒരു തോന്നൽ എനിക്കുണ്ടായി. അന്നേ വരെ തോന്നിയിട്ടില്ലാത്ത ഭയത്തോടെ ഞാൻ ഞെട്ടി തിരിഞ്ഞു നോക്കി. കടയുടെ പുറത്ത് ഒരു നിഴൽ രൂപം എന്നെ നോക്കി നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. ഒരു നിമിഷത്തേക്കൊന്ന് നടുങ്ങിയെങ്കിലും അത് രാഘവൻ ചേട്ടനാണ് എന്ന് മനസ്സിലായതോടെ എനിക്ക് ആശ്വാസമായി. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി. പക്ഷേ കട അടയ്ക്കാൻ നേരം കൂടെ ആരോ ഉണ്ടെന്നുള്ള തോന്നൽ മാത്രം മാറിയില്ല. ക്രമേണ ആ തോന്നലിനെ ഞാൻ ശ്രദ്ധിക്കാതെയുമായി. അങ്ങനെയിരിക്കെ കടയിൽ സാമാന്യം നല്ല തിരക്കുണ്ടായിരുന്ന ഒരു ദിവസം. അന്നും ഉച്ചയ്ക്ക് രാഘവൻ ചേട്ടനും തൻ്റെ പതിവ് സമയത്തിന് ഭക്ഷണം കഴിക്കാൻ സാധിച്ചില്ല. സ്റ്റീൽ മേശ ഒഴിഞ്ഞിട്ടും പുള്ളി അത് ഗൗനിക്കാതെ കൈവിറയിലും സഹിച്ച് മരമേശ ഒഴിയുന്നതും കാത്തു നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ തിരക്കൊഴിഞ്ഞു. രാഘവൻ ചേട്ടൻ ധൃതിയോടെ തനിക്കുള്ള ഭക്ഷണവും എടുത്ത് മരമേശക്കരികിലേക്ക് നടന്നു. പാത്രം മേശപ്പുറത്ത് വെച്ച് ബെഞ്ചിലിരിക്കാനായി തിരിഞ്ഞതും പുള്ളിക്കാരൻ തലചുറ്റി നിലത്തേക്ക് വീണു. ആ മേശപ്പുറം വൃത്തിയാക്കി കൊണ്ടിരിക്കുകയായിരുന്ന ഞാൻ പെട്ടെന്ന് ആളുടെ കയ്യിൽ കടന്നു പിടിച്ചതുകൊണ്ട് വീഴ്ചയുടെ ആഘാതം കുറഞ്ഞു. അതുകൊണ്ട് തന്നെ വീഴ്ചയിൽ പുള്ളിക്ക് പരിക്കൊന്നും പറ്റിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒരാൾ തലചുറ്റി വീഴുന്നത് കാണുന്നത്. അതുകൊണ്ട് ഞാൻ ശരിക്കും പേടിച്ചൊച്ച വെച്ചു പോയി. പക്ഷേ വേണുചേട്ടൻ മനസംയമനം നഷ്ടപ്പെടാതെ ഓടി വന്ന് ആളെ താങ്ങി എഴുന്നേൽപ്പിച്ചു.
ഒപ്പം പകച്ചു നിൽക്കുകയായിരുന്ന എന്നോട് വേഗം പോയി ഒരു ഓട്ടോ വിളിച്ചു കൊണ്ടുവരാനും പറഞ്ഞു. ഞാൻ കടയിൽ നിന്നും വെപ്രാളത്തോടെ ഓട്ടോ ലാൻഡിലേക്ക് ഓടി. അവിടെ ആകെ അവശേഷിച്ചിരുന്ന ഒരു ഓട്ടോക്കാരനോട് ഞാൻ കിതച്ചുകൊണ്ട് കാര്യം പറഞ്ഞു. ഓട്ടോ കടയുടെ മുന്നിലെത്തുമ്പോഴേക്കും വേണുചേട്ടനും പിന്നെ തൊട്ടടുത്ത കടക്കാരും ചേർന്ന് രാഘവൻ ചേട്ടനെ താങ്ങി പുറത്തേക്ക് എടുത്തു കഴിഞ്ഞിരുന്നു. എന്നോട് കട നോക്കാൻ പറഞ്ഞേൽപ്പിച്ച ശേഷം വേണുചേട്ടൻ രാഘവൻ ചേട്ടനെയും കൊണ്ട് ഓട്ടോയിൽ ടൗണിലുള്ള ആശുപത്രിയിലേക്ക് പോയി. ഷുഗർ കൂടിയാലോ കുറഞ്ഞാലോ ഇതുപോലെ തലചുറ്റി വീഴുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതാദ്യമായാണ് നേരിട്ട് കാണുന്നത്. എന്തായാലും വല്ലാതെ പരിഭ്രമിച്ചതുകൊണ്ട് കുറച്ചു നേരത്തേക്ക് എൻ്റെ കൈയും കാലും വിറച്ചുകൊണ്ടിരുന്നു. പിന്നെ ഏതാണ്ടൊരു 4 മണിയൊക്കെ ആയപ്പോൾ ഓട്ടോയിൽ വേണുചേട്ടനും രാഘവൻ ചേട്ടനും തിരികെ എത്തി. രാഘവൻ ചേട്ടന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നെങ്കിലും പുള്ളിയുടെ മുഖത്ത് നല്ല ക്ഷീണം കാണാമായിരുന്നു. കടയുടെ മുന്നിലെത്തിയ ഓട്ടോയിൽ നിന്നും വേണുചേട്ടൻ മാത്രം പുറത്തേക്കിറങ്ങി. രാഘവൻ ചേട്ടൻ അതേ ഓട്ടോയിൽ തന്നെ വീട്ടിലേക്കും പോയി. ഡോക്ടർ എന്തു പറഞ്ഞു? കടയിലേക്ക് കയറിയ വേണുചേട്ടനോട് ഞാൻ ചോദിച്ചു. സമയത്തിന് ഭക്ഷണം കഴിച്ചാൽ മാത്രം മതി, വേറെ കുഴപ്പമൊന്നുമില്ല, വേണുചേട്ടൻ പറഞ്ഞു. പുള്ളിക്ക് എന്താ ഈ മേശമേൽ വെച്ച് ഭക്ഷണം കഴിച്ചാൽ? ഞാൻ സ്റ്റീൽ മേശ നോക്കിക്കൊണ്ട് ചോദിച്ചു. എനിക്കും ചോദിക്കണമെന്നുണ്ട്. പിന്നെ കടമുതലാളിയല്ലേ, പുള്ളിയുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന് കരുതി ചോദിക്കാത്തതാണ്. ഇനി ചോദിച്ചാൽ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, വേണുചേട്ടൻ പറഞ്ഞു. അതും ശരിയാണ്, പുള്ളിയുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ, ഞാൻ ചിന്തിച്ചു. പക്ഷെ കാര്യമായി എന്തോ ഒന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ഗുരുതരമാവുന്ന അവസ്ഥ വരെ എത്തിയിട്ട് പോലും പുള്ളി ഈ സ്റ്റീൽ മേശപ്പുറത്ത് വെച്ച് ഭക്ഷണം കഴിക്കാത്തത്. അതിനു പിന്നിലെ കാരണം എന്താണെന്ന് എനിക്കോ വേണുചേട്ടനോ അറിയുകയുമില്ല. അന്ന് വൈകുന്നേരം വരെ ഞാനും വേണുചേട്ടനും കൂടി കട നോക്കി നടത്തി. സമയം 6:30 ആയപ്പോൾ രാത്രി കട പൂട്ടി താക്കോൽ എന്നോട് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞ് വേണുചേട്ടൻ കടയിൽ നിന്നും ഇറങ്ങി. അതോടെ കടയിൽ ഞാൻ തനിച്ചായി. ഇനി ഒരു 1.5 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ കട അടയ്ക്കാം. പോകാൻ നേരം ധൃതി മൂലം ഒന്നും വിട്ടുപോകാതിരിക്കാൻ ഞാൻ പതിയെ ഓരോ പണികളായി തീർത്തു വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പണികളെല്ലാം തീർന്നു. ഇനി ആരെങ്കിലും വന്നാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യേണ്ടതുള്ളൂ. കടയിൽ കഴിക്കാനായി കാര്യമായി ഒന്നുമില്ല. ഞാൻ ചില്ലലമാരയിലേക്ക് നോക്കി. അതിൽ ആകെ 4 ഉഴുന്നുവടകളും പിന്നെ ഉച്ചയ്ക്കുണ്ടാക്കിയ 5-6 ചപ്പാത്തികളുമേ ഉള്ളൂ. ആരെങ്കിലും ചായ ചോദിച്ചു വന്നാൽ മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. കാരണം ചായ വയ്ക്കുന്ന സമോവർ ഞാൻ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞിരുന്നു. ആരെങ്കിലും വന്നാൽ ചായ തീർന്നെന്ന് പറയാം, അതാ നല്ലത്. സമയം ഏതാണ്ടൊരു 7:30 കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോക്കാരൻ വന്ന് മുഴുവൻ ചപ്പാത്തികളും 2 ഉഴുന്നുവടയും വാങ്ങി. പിന്നെ 2 ഉഴുന്നുവടകൾ മാത്രമായി ബാക്കി വയ്ക്കണ്ടേ എന്ന് കരുതി ഞാൻ ആ 2 എണ്ണത്തിൻ്റെ പൈസ വേണ്ട എന്ന് പറഞ്ഞ് അവ അയാൾക്ക് തന്നെ പൊതിഞ്ഞു നൽകി. അതോടെ കട കാലിയായി. ഇനി സമാധാനമായി കടയടയ്ക്കാം. ഞാൻ ചില്ലലമാര കൂടി തുടച്ച് വൃത്തിയാക്കി. ഇനിയൊന്നും ബാക്കിയില്ല. കവല ഏതാണ്ട് വിജനമാണ്. മറ്റു കടക്കാരൊക്കെ നേരത്തെ തന്നെ കട പൂട്ടിപ്പോയിരുന്നു. ഇനി ഒന്നും ചെയ്യാൻ വിട്ടുപോയിട്ടില്ലല്ലോ എന്നുറപ്പിക്കാനായി ഞാൻ ആകെ മൊത്തത്തിലൊന്ന് നോക്കി. ഇല്ല, എല്ലാം ചെയ്തു തീർത്തിട്ടുണ്ട്. ഇനി ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്ത ശേഷം പൂട്ടിയാൽ മാത്രം മതി. ഞാൻ മേശ തുടയ്ക്കാറുള്ള പഴന്തുണി മരമേശമേൽ വിരിച്ചിട്ട ശേഷം സ്വിച്ച് ബോർഡിനടുത്തേക്ക് നടന്നു. ആ സമയം എനിക്കൊപ്പം കടയ്ക്കുള്ളിൽ മറ്റാരോ കൂടിയുള്ള പോലെ ഒരു തോന്നൽ എനിക്കുണ്ടായി. സാധാരണ ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്ത് കഴിയുമ്പോഴാണ് ആ തോന്നൽ ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കി. വെറുതെ തോന്നിയതാണ്. ഈ പരിസരത്ത് പോലും ഞാനല്ലാതെ മറ്റാരുമില്ല. ഞാൻ ആശ്വാസത്തോടെ ലൈറ്റുകൾ ഓഫ് ചെയ്യാനായി കൈ ഉയർത്തി. പക്ഷേ അതിനു മുന്നേ കറണ്ട് പോയി. അതോടെ ആ തോന്നൽ വല്ലാത്ത രീതിയിൽ എൻ്റെ മനസ്സിനെ ബാധിക്കാൻ തുടങ്ങി. ഇവിടെ കടയ്ക്കുള്ളിൽ എന്നെ കൂടാതെ ആരോ ഉണ്ട്. സാധാരണ റോഡിനെതിർവശത്തുള്ള വഴിവിളക്കിൻ്റെ പ്രകാശത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ കട പൂട്ടാറുള്ളത്. ഇപ്പോൾ പക്ഷേ ആ വെളിച്ചവുമില്ല. അതോടെ അകാരണമായ ഒരു ഭീതി എന്നെ പിടികൂടി. ഇവിടെ എൻ്റെ തൊട്ടരികിൽ ആരോ ഉണ്ട്. ഞാൻ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും എൻ്റെ പെൻ ടോർച്ച് തപ്പിയെടുത്ത് ഓൺ ചെയ്തു. നിത്യവും ഇരുട്ടത്ത് കടയിലേക്ക് വരാനും പോകാനും വേണ്ടി വാങ്ങിയതായിരുന്നു അത്. ടോർച്ച് കടയ്ക്കുള്ളിൽ നേർത്ത വെളിച്ചം വിതറി. കടയിലെ സ്റ്റീൽ മേശപ്പുറത്ത് ആരോ ഒരാൾ നീണ്ടു നിവർന്ന് കിടക്കുന്നത് അതിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ ഞാൻ കണ്ടു. പേടിച്ചുപോയ ഞാൻ ഞെട്ടി പുറകോട്ട് ചാടി. കേവലം ഒരു നിമിഷം മാത്രമേ ഞാൻ ആ കാഴ്ച കണ്ടുള്ളൂ. രണ്ടാമതൊരിക്കൽ കൂടി അവിടേക്ക് നോക്കാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ പെട്ടെന്ന് തന്നെ കറണ്ട് വന്നു. അതോടെ കടയുടെ ഉള്ളിൽ വെളിച്ചം നിറഞ്ഞു. വെളിച്ചം വീണതിൻ്റെ ഒരു ധൈര്യത്തിൽ ഞാൻ ഒരിക്കൽ കൂടി ആ സ്റ്റീൽ മേശയിലേക്ക് നോക്കി. പക്ഷേ മേശ ശൂന്യമായിരുന്നു. അത് വെറും തോന്നലായിരുന്നോ? എനിക്ക് സംശയമായി. കേവലം ഒരു നിമിഷം മാത്രമായിരുന്നെങ്കിലും ഞാനത് ശരിക്കും കണ്ടതാണ്. ഒത്ത ഒരു മനുഷ്യൻ ആ മേശപ്പുറത്ത് നീണ്ടു നിവർന്നങ്ങനെ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ പേടി മാറാൻ കുറച്ച് സമയമെടുത്തു. ഏതാനും നിമിഷം അവിടെ നിന്ന ശേഷം ഞാൻ ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്തു. അതോടെ കടയ്ക്കുള്ളിൽ ആരോ ഉണ്ടെന്ന തോന്നൽ വീണ്ടും എന്നിൽ പ്രബലമായി. ഇനിയും ഇവിടെ നിന്നാൽ ആ തോന്നൽ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുമെന്ന് തോന്നിയ ഞാൻ മറ്റൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കാതെ വേഗം പുറത്തേക്കിറങ്ങി കടപൂട്ടി. അന്ന് ഒരു വിധത്തിലാണ് ഞാൻ വീട്ടിലേക്ക് പോയത്. ഇരുട്ട് തളം കെട്ടി നിൽക്കുന്ന വഴിയിലൂടെ സൈക്കിൾ ചവിട്ടുന്ന നേരത്ത് ആ മേശപ്പുറത്ത് കണ്ട രൂപമായിരുന്നു മനസ്സ് നിറയെ.
ഒരൊറ്റ തവണ, അതും മങ്ങിയ വെളിച്ചത്തിൽ ഒരു മിന്നായം പോലെ മാത്രമേ ഞാൻ ആ കാഴ്ച കണ്ടുള്ളൂ. പക്ഷെ അതെന്നെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. കടയ്ക്കുള്ളിൽ ഇരുട്ടായതുകൊണ്ടും ഒറ്റയ്ക്കായിരുന്നതുകൊണ്ടും ഭയന്ന മനസ്സ് സൃഷ്ടിച്ച ഒരു നാടകമായിരിക്കും അതെന്ന് പറഞ്ഞ് ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിച്ചു. അങ്ങനെയല്ലായിരുന്നെങ്കിൽ കരണ്ട് വന്ന ശേഷവും ആ രൂപം അവിടെ തന്നെ കാണേണ്ടതായിരുന്നല്ലോ. എന്തായാലും അങ്ങനെ സംഭവിച്ചില്ല. അതിനർത്ഥം അത് മനസ്സൊപ്പിച്ച പണിയാണ് എന്ന് തന്നെയാണ്. മാത്രമല്ല, രാഘവൻ ചേട്ടനോ വേണുചേട്ടനോ കൂടെയുള്ള സമയങ്ങളിൽ ഞാൻ ഇത്തരമൊരു കാഴ്ച ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. അവരുടെ സാന്നിധ്യവും കടയുടെ പുറത്തുള്ള വെളിച്ചവും മനസ്സിന് ധൈര്യം നൽകുന്നുണ്ട്. ഇന്ന് അത് രണ്ടുമില്ലാതായ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. അപ്പോൾ അത് മനസ്സിൻ്റെ തോന്നൽ തന്നെയാവണം. അതോ ഇനി ഞാൻ കണ്ട കാഴ്ചയും രാഘവൻ ചേട്ടന് ആ സ്റ്റീൽ മേശയോടുള്ള വെറുപ്പും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പുള്ളിയും അതുപോലെ എന്തെങ്കിലും കണ്ടു കാണുമോ? അതായിരിക്കുമോ പുള്ളിയുടെ ഈ ഇരുട്ടിനോടുള്ള പേടിയുടെ കാരണം? ഞാൻ സാധ്യതകളെ കൂട്ടിയും കുറച്ചും വീട്ടിലേക്ക് സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരുന്നു. അടുത്ത ദിവസം രാവിലെ രാഘവൻ ചേട്ടൻ കടയിൽ വന്നിരുന്നു. ആളുടെ ക്ഷീണമെല്ലാം മാറിയിരുന്നു. രാത്രി കടപൂട്ടാൻ നേരം എനിക്കുണ്ടായ അനുഭവം ഞാൻ ഇടയ്ക്ക് രാഘവൻ ചേട്ടൻ പുറത്തുപോയ സമയത്ത് വേണുചേട്ടനോട് പറഞ്ഞു. പുള്ളി അത് കേട്ട് അതിശയിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ആളെന്നെ കളിയാക്കുകയാണ് ചെയ്തത്. പറഞ്ഞത് അബദ്ധമായി എന്നുവരെ എനിക്ക് തോന്നി. ഒന്നും മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. പുറത്തുപോയ രാഘവൻ ചേട്ടൻ തിരികെ വരുന്നതുവരെ ആളെന്നെ കളിയാക്കി ചിരിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ആ കളിയാക്കൽ കൊണ്ട് വേറെ ഒരു ഗുണമുണ്ടായി. എൻ്റെ പേടി മാറി. വേണുചേട്ടൻ കളിയാക്കി ചിരിച്ചതുപോലെ ചുമ്മാ മനസ്സിൻ്റെ തോന്നൽ മൂലമാണ് ഞാൻ പേടിച്ചതെന്ന് ഞാനും അങ്ങ് വിശ്വസിച്ചു. അന്ന് രാത്രി കടയടയ്ക്കാൻ നേരം രാഘവൻ ചേട്ടൻ പുറത്തുണ്ടായതുകൊണ്ടും പിന്നെ വഴിവിളക്കിൻ്റെ വെളിച്ചമുണ്ടായിരുന്നതുകൊണ്ടും ഞാൻ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കൂടെ ആരോ ഉണ്ടെന്നുള്ള തോന്നൽ അന്നും എനിക്കുണ്ടായി. അത് പിന്നെ ശീലമായതുകൊണ്ട് ഞാനത് കാര്യമാക്കിയില്ല. എങ്കിലും ഞാൻ ആ സ്റ്റീൽ മേശമേലേക്ക് വെറുതെ ഒന്ന് നോക്കി. അത് ശൂന്യമായിരുന്നു. അപ്പോൾ അത് തന്നെ കാര്യം. ഇരുട്ടും ഏകാന്തതയും മൂലം ഭയന്ന മനസ്സ് സൃഷ്ടിച്ച ഒരു മായക്കാഴ്ചയായിരുന്നു അത്. എന്തായാലും ഇന്നതില്ല. ഞാൻ പുറത്തേക്കിറങ്ങി കട അടച്ച് താക്കോൽ രാഘവൻ ചേട്ടനെ ഏൽപ്പിച്ചു. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി. സമയത്തിന് ഭക്ഷണം കഴിക്കണമെന്ന് ഡോക്ടർ കർശനമായി പറഞ്ഞിരുന്നെങ്കിലും രാഘവൻ ചേട്ടൻ തൻ്റെ പതിവ് ശീലം മാറ്റാൻ തയ്യാറായിരുന്നില്ല. കൈവിറയിൽ എത്ര കൂടിയാലും പുള്ളി മരമേശ ഒഴിയുന്നതുവരെ കാത്തു നിൽക്കും. പുള്ളിക്ക് കൊളസ്ട്രോൾ ഉള്ളതുകൊണ്ട് എണ്ണപ്പലഹാരങ്ങളും കഴിക്കില്ല. അല്ലായിരുന്നെങ്കിൽ ഞാനോ വേണുചേട്ടനോ ചെയ്യാറുള്ള പോലെ തിരക്കുള്ള ദിവസങ്ങളിൽ വിശപ്പ് കഠിനമായാൽ എന്തെങ്കിലും എണ്ണപ്പലഹാരം എടുത്ത് അല്പം മാറി നിന്ന് കഴിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു. അതും പുള്ളിക്ക് പറ്റില്ല. അത് സ്ഥിതി കൂടുതൽ വഷളാക്കി. ആൾ ആകെ ക്ഷീണിച്ചു വരാൻ തുടങ്ങി. രാഘവൻ ചേട്ടൻ തലചുറ്റി വീണ് ഏതാണ്ട് 2 ആഴ്ചയ്ക്ക് ശേഷം. അന്ന് രാഘവൻ ചേട്ടന് രണ്ടാമത് ഡോക്ടറെ കാണേണ്ട ദിവസമായിരുന്നു. അതുകൊണ്ട് അന്ന് വൈകുന്നേരം ഒരു 4 മണിയായപ്പോൾ കട നോക്കാൻ എന്നെയും വേണുചേട്ടനെയും ഏൽപ്പിച്ച് ആൾ ടൗണിലെ ആശുപത്രിയിലേക്ക് പോയി. ഏതാണ്ട് ഒരു 6 മണിയോടടുപ്പിച്ച് ആൾ തിരികെ എത്തുകയും ചെയ്തു. പക്ഷെ പോയ സമയത്തുണ്ടായിരുന്ന ഉന്മേഷം പോലും തിരിച്ചു വന്ന സമയത്ത് ആൾക്കുണ്ടായിരുന്നില്ല. കടയിലേക്ക് കയറി വന്ന് അല്പനേരം മരമേശയിൽ കൈയും കുത്തിയിരുന്നു. ശേഷം 6:30യോടടുപ്പിച്ച് വേണുചേട്ടൻ കടയിൽ നിന്നും ഇറങ്ങിയ നേരത്ത് രാത്രി എന്നോട് കടപൂട്ടി താക്കോലും കൊണ്ടുപോയിക്കൊള്ളാനും വേണുചേട്ടനോട് തൻ്റെ ഒപ്പം ഒന്ന് വീട് വരെ വരാനും പറഞ്ഞ് രാഘവൻ ചേട്ടൻ കടയിൽ നിന്നും ഇറങ്ങി. ആൾക്ക് നല്ല ക്ഷീണമുണ്ട്. തനിച്ച് നടന്നു പോയാൽ വീണ്ടും തലചുറ്റലുണ്ടായി വീഴുമോ എന്ന ഭയമുണ്ട്. അതാണ് വേണുചേട്ടനോട് കൂടെ വരാൻ പറഞ്ഞത്. അവർ നടന്നു പോകുന്നത് ഞാൻ കുറച്ചു നേരം നോക്കി നിന്നു. രാഘവൻ ചേട്ടൻ വളരെ പതിയെയാണ് നടക്കുന്നത്. ആൾക്ക് നല്ല പോലെ ക്ഷീണം ബാധിച്ചിട്ടുണ്ട്. പാവം മനുഷ്യൻ. അവർ കാഴ്ചയിൽ നിന്നും മറയുന്നതുവരെ ഞാൻ അവരെ തന്നെ നോക്കിയിരുന്നു. അന്നും ഞാൻ കടയിൽ തനിച്ചായി. രാത്രി ഒരു 8 മണിവരെ ആളുകൾ വന്നും പോയും ഇരുന്നു. 8 കഴിഞ്ഞപ്പോൾ കടയും കവലയും കാലിയായി. കടപൂട്ടാനുള്ള തയ്യാറെടുപ്പുകൾ ഞാൻ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് എല്ലാം കഴിഞ്ഞയുടനെ തന്നെ ഞാൻ വേഗം ലൈറ്റുകൾ ഓഫ് ചെയ്യാനായി സ്വിച്ച് ബോർഡിനടുത്തേക്ക് നടന്നു. ആ സമയം എന്നും ഉണ്ടാവാറുള്ള കൂടെ ആരോ ഉണ്ടെന്ന തോന്നൽ എന്നിൽ ഉടലെടുത്തു. ഇതിനു മുമ്പ് ഒരിക്കൽ മാത്രമാണ് ലൈറ്റുകൾ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ആ തോന്നൽ എന്നെ പിടികൂടിയിട്ടുള്ളത്. ഞാൻ തനിച്ചായ കറണ്ട് പോയ ആ ദിവസം. ഇന്ന് വീണ്ടും അത് ആവർത്തിക്കുകയാണ്. അതവഗണിച്ച് ഞാൻ ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്തു. അതോടെ കടയുടെ ഉള്ളിൽ എൻ്റെ തൊട്ടരികിൽ ആരോ ഉണ്ടെന്നുള്ള തോന്നൽ എന്നിൽ ശക്തമായി. പുറത്തെ വഴിവിളക്കിൻ്റെ വെളിച്ചം കടയുടെ ഉള്ളിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. ആ നേർത്ത വെളിച്ചത്തിൽ ഞാൻ കടയുടെ ഉൾവശം മൊത്തത്തിലൊന്ന് കണ്ണോടിച്ചു നോക്കി. ഇല്ല, കടയിൽ ഞാനല്ലാതെ മറ്റാരുമില്ല. പക്ഷേ കൃത്യം ആ സമയം കറണ്ട് പോയി. അതോടെ വല്ലാതെ പേടിച്ചു പോയ ഞാൻ പെൺടോർച്ചെടുത്ത് ഓൺ ചെയ്തു. അതിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ ഞാനത് കണ്ടു. ആ സ്റ്റീൽ മേശപ്പുറത്ത് ഒത്ത ഒരു മനുഷ്യൻ നീണ്ടു നിവർന്ന് കിടക്കുന്നു. ഞാൻ കടയ്ക്കുള്ളിൽ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. അത് വെറുതെയുള്ള ഒരു തോന്നലാണ് എന്ന് തോന്നുന്നില്ല. ശരിക്കും അങ്ങനെ ഒരാൾ അവിടെയുണ്ട്. ഒന്ന് കറണ്ട് വന്നിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിനായി ഞാൻ പ്രാർത്ഥിച്ചു. കാരണം ആ കാഴ്ച കണ്ട് ഞാൻ അത്രമാത്രം ഭയന്നു പോയിരുന്നു. എൻ്റെ പ്രാർത്ഥന കേട്ടിട്ടെന്നോണം ഉടനെ തന്നെ കറണ്ട് വന്നു.
റോഡിനെതിർവശത്തെ വഴിവിളക്ക് കടയുടെ ഉള്ളിലും ചെറുതായി വെളിച്ചം വിതറി. ആ തക്കത്തിന് ഞാൻ വേഗം തിരിഞ്ഞ് കടയുടെ ഉള്ളിലെ മുഴുവൻ ലൈറ്റുകളും ഒറ്റയടിക്ക് ഓൺ ചെയ്തു. അതിനുശേഷം ആ സ്റ്റീൽ മേശമേലേക്ക് നോക്കിയ ഞാൻ നടുങ്ങി വിറച്ചു. കാരണം ഇത്തവണ ഞാനത് ശരിക്കും കണ്ടു. ആ സ്റ്റീൽ മേശമേൽ ഒരു പുരുഷൻ നീണ്ടു നിവർന്നു കിടക്കുന്നു. അയാളുടെ ദേഹം ഏറെ നേരം വെള്ളത്തിൽ കിടന്നാലെന്ന പോലെ അഴുകി വെളുത്തു വീർത്തിരുന്നു. ഒപ്പം അതിൻ്റെ അസഹനീയമായ ദുർഗന്ധം കടയ്ക്കുള്ളിൽ വ്യാപിക്കുകയും ചെയ്തു. ഒരു നിമിഷത്തേക്ക് എൻ്റെ ശരീരം അനക്കാൻ കഴിയാത്ത പോലെ മരവിച്ചുപോയി. ഞാൻ നോക്കി നിൽക്കെ പെട്ടെന്ന് ആ ശരീരത്തിൻ്റെ ഒരു കൈ മേശപ്പുറത്തു നിന്നും വഴുതി താഴേക്ക് വീണു. അത് കണ്ടതും ഞാൻ ഉറക്കെ അലറിക്കൊണ്ട് പുറത്തേക്ക് ഓടി. ആ പരിസരത്തെങ്ങും ഒരൊറ്റ മനുഷ്യൻ പോലും ഇല്ലാതിരുന്നതുകൊണ്ട് എൻ്റെ നിലവിളി ആരും കേട്ടില്ല. അടുത്ത ദിവസമായപ്പോഴേക്കും എനിക്ക് പനി പിടിച്ചു. കടയുടെ താക്കോൽ വാങ്ങാൻ എൻ്റെ വീട്ടിലേക്ക് വന്ന വേണുചേട്ടനോടും രാഘവൻ ചേട്ടനോടും ഞാൻ എനിക്കുണ്ടായ അനുഭവം വിവരിച്ചു. എല്ലാം എനിക്ക് വെറുതെ തോന്നിയത് മാത്രമായിരിക്കുമെന്ന് പറഞ്ഞ് വേണുചേട്ടൻ എന്നെ ആശ്വസിപ്പിച്ചു. പക്ഷേ രാഘവൻ ചേട്ടൻ അതെല്ലാം കേട്ടിട്ട് ഒരുതരം നിർവികാരതയോടെ ഇരിക്കുകയല്ലാതെ ഒന്നും തന്നെ പറഞ്ഞില്ല. അതോടെ പുള്ളിക്കാരൻ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നി. 2 ദിവസമെടുത്തു എൻ്റെ പനി മാറാൻ. ആ 2 ദിവസവും രാഘവൻ ചേട്ടൻ വൈകുന്നേരം 6:30 കട പൂട്ടി പോവുകയും ചെയ്തിരുന്നു. പനി പിടിച്ചു കിടന്ന ആ 2 ദിവസവും എനിക്കുണ്ടായ അനുഭവത്തെക്കുറിച്ച് മാത്രമായിരുന്നു എൻ്റെ ചിന്ത. പലതവണ ഞാൻ ആ സംഭവം മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഓരോ വിശദാംശങ്ങളും ഓർത്തെടുക്കാൻ ശ്രമിച്ചു. സാമാന്യം നല്ല ഉയരവും വണ്ണവുമുള്ള ഒരു പുരുഷൻ്റെ രൂപമായിരുന്നു ഞാൻ കണ്ടത്. വെള്ളത്തിൽ കിടന്ന് ജീർണിച്ചു തുടങ്ങിയിരുന്നതുകൊണ്ട് മുഖം വ്യക്തമായിരുന്നില്ല. മീനുകളും മറ്റ് ജലജീവികളും കൊത്തിത്തിന്നതിൻ്റെ അടയാളങ്ങൾ ശരീരത്തിലുണ്ടായിരുന്നു. താഴേക്ക് വീണ ആ കയ്യിൽ എന്തോ ചരടും കെട്ടിയിരുന്നു. ഇത്രയൊക്കെ ഇപ്പോൾ തന്നെ എനിക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ സംഭവം വെറും തോന്നലായിരുന്നു എന്ന് കരുതാൻ പറ്റില്ല. പിന്നെ രാഘവൻ ചേട്ടൻ്റെ മൗനവും എന്തോ സൂചിപ്പിക്കുന്നുണ്ട്. എൻ്റെ പനി മാറിയ 3-ാം നാൾ ഞാൻ വീണ്ടും കടയിലേക്ക് ചെന്നു. അന്നും രാഘവൻ ചേട്ടൻ എന്നോട് പ്രത്യേകിച്ചൊന്നും തന്നെ സംസാരിച്ചില്ല. ഞാൻ എന്തെങ്കിലും നിർബന്ധം പിടിച്ച് ചോദിക്കുമോ എന്നൊരു ഭയം പുള്ളിക്കുള്ളതുപോലെ എനിക്ക് തോന്നി. അന്ന് ഞാനും ഭക്ഷണം കഴിച്ചത് മരമേശമേൽ വെച്ചായിരുന്നു. ഇടയ്ക്ക് സ്റ്റീൽ മേശ ഒന്നൊഴിഞ്ഞെങ്കിലും ഞാൻ രാഘവൻ ചേട്ടൻ ചെയ്യാറുള്ളതുപോലെ മരമേശ ഒഴിയാൻ കാത്തു നിന്നു. അത് കണ്ട് വേണുചേട്ടൻ എന്നെ കളിയാക്കി ചിരിച്ചു. പക്ഷെ എന്തോ എനിക്ക് ആ സ്റ്റീൽ മേശയുടെ അടുത്തേക്ക് പോലും പോകാൻ തോന്നിയില്ല. ആരെങ്കിലും വന്നിരുന്നാൽ ഭക്ഷണം എടുത്തു വെച്ച് കൊടുക്കാനും കാലിയായ പാത്രങ്ങൾ എടുക്കാനും പോയതല്ലാതെ ഞാൻ ആ മേശയിൽ നിന്നും അകലം പാലിച്ചു നിന്നു. ഇനി രാഘവൻ ചേട്ടനും ഇതുപോലെ വല്ല അനുഭവവും ഉണ്ടായതുകൊണ്ടായിരിക്കുമോ പുള്ളിയും ആ മേശമേൽ വെച്ച് ഭക്ഷണം കഴിക്കാത്തത്? പുള്ളിയുടെ ഇരുട്ടിനോടുള്ള പേടി അങ്ങനെ ആരംഭിച്ചതായിരിക്കുമോ? എനിക്ക് മുമ്പ് തോന്നിയ സംശയങ്ങൾ വീണ്ടും തോന്നാൻ തുടങ്ങി. പക്ഷേ അതൊന്നും ഞാൻ വേണുചേട്ടനോട് പോലും പറഞ്ഞില്ല. അന്ന് വൈകുന്നേരം 6:30 ആയപ്പോൾ വേണുചേട്ടൻ കടയിൽ നിന്നും ഇറങ്ങി. പിന്നെ കടയിൽ ഞാനും രാഘവൻ ചേട്ടനും മാത്രമായി. 8 മണിയൊക്കെ ആയപ്പോൾ തിരക്കൊഴിഞ്ഞു. കട അടയ്ക്കാമെന്ന് രാഘവൻ ചേട്ടൻ പറഞ്ഞു. ഞാൻ എൻ്റെ പതിവനുസരിച്ചുള്ള വൃത്തിയാക്കലും മറ്റും ചെയ്തു തീർത്ത ശേഷം ലൈറ്റ് ഓഫ് ചെയ്യാനായി സ്വിച്ച് ബോർഡിൻ്റെ അടുത്തേക്ക് നടന്നു. അപ്പോഴേക്കും രാഘവൻ ചേട്ടൻ കടയുടെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. കടയുടെ ഉള്ളിൽ വെളിച്ചമില്ലാതെ തനിച്ച് നിൽക്കേണ്ട കാര്യം ആലോചിച്ചപ്പോൾ എനിക്ക് ഒരു ഉൾഭയം തോന്നി. കാര്യം ശരി, കടയുടെ പുറത്ത് രാഘവൻ ചേട്ടൻ നിൽക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടായില്ല. ആ സ്റ്റീൽ മേശയുടെ അടുത്തുകൂടെ വേണം പുറത്തേക്ക് ഇറങ്ങാൻ. വെളിച്ചത്ത് പോലും എനിക്കതിൻ്റെ അടുത്തേക്ക് പോകാൻ പേടി തോന്നുകയാണ്. ഇരുട്ടത്ത് അതിനടുത്തേക്ക് പോകുന്നത് ചിന്തിക്കാൻ പോലും പറ്റില്ല. പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിൽ ഇരുട്ടത്ത് എനിക്കെന്തെങ്കിലും സംഭവിച്ചാലോ? ഞാൻ ചിന്തിച്ചു. പുറത്ത് രാഘവൻ ചേട്ടൻ ഞാൻ ലൈറ്റ് മണച്ച് ഇറങ്ങി വരുന്നതും കാത്തു നിൽക്കുകയാണ്. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് കടയിലെ പ്രധാന ലൈറ്റ് ഒഴികെ മറ്റെല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്ത ശേഷം പുറത്തേക്ക് ഇറങ്ങി. ആ ലൈറ്റ് ഓഫ് ചെയ്യാത്തതിന് രാഘവൻ ചേട്ടൻ ദേഷ്യപ്പെടുമെന്ന് ഞാൻ കരുതിയെങ്കിലും പുള്ളി അതേക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടിയില്ല. അതോടെ ഒരു കാര്യം എനിക്ക് ഉറപ്പായി. ഞാൻ കണ്ടതിന് സമാനമായ എന്തോ ഒന്ന് കടയുടെ ഉള്ളിൽ വെച്ച് രാഘവൻ ചേട്ടനും കണ്ടിട്ടുണ്ട്. പുള്ളിയോട് ചോദിച്ചാൽ എന്തായാലും പറയാൻ പോകുന്നില്ല. വേറെ എന്തെങ്കിലും മാർഗത്തിലൂടെ അത് കണ്ടെത്തണം ഞാൻ തീരുമാനിച്ചു. വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി. കട അടയ്ക്കുന്ന നേരത്തെല്ലാം കടയ്ക്കുള്ളിലെ പ്രധാന ലൈറ്റ് ഓൺ ചെയ്തിരുന്നത് ഞാൻ പതിവാക്കി. പനി മാറിയെത്തിയതിൽ പിന്നെ ഒറ്റ ദിവസം പോലും ഞാൻ ഇരുട്ടത്ത് നിന്ന് കട പൂട്ടിയിട്ടില്ല. ഇരുട്ടത്ത് മാത്രമല്ല, രാഘവൻ ചേട്ടൻ ഇല്ലാത്ത ദിവസങ്ങളിൽ തനിച്ച് കട അടയ്ക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ ഞാൻ കവലയിൽ ആളൊഴിയും മുമ്പേ കട പൂട്ടി പോകാനും തുടങ്ങി. അതിനിടയിൽ പലപ്പോഴായി ഞാൻ രാഘവൻ ചേട്ടൻ മറച്ചു പിടിക്കുന്ന ആ രഹസ്യം ചൂഴ്ന്നെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് അതിനുള്ള ഒരവസരം എനിക്ക് കിട്ടുന്നത്. അന്ന് ഒരു സാധാരണ ദിവസമായിരുന്നു. ഏതാണ്ട് ഒരു ഉച്ച നേരത്താണ് അയാൾ കടയിലേക്ക് വരുന്നത്. അനിലൻ. ഞാനും വേണുചേട്ടനും പണിക്ക് വരുന്നതിന് മുമ്പ് രാഘവൻ ചേട്ടൻ്റെ വലം കൈയായിരുന്നു അനിലൻ. ഒരു 38 വയസ്സ് പ്രായം കാണും. ആളെ കണ്ടതും ഒരുപാട് കാലങ്ങൾക്ക് ശേഷം പ്രിയപ്പെട്ട കൂട്ടുകാരനെ കണ്ടതുപോലെ രാഘവൻ ചേട്ടൻ്റെ മുഖം തെളിഞ്ഞു. ഏറെ നേരം അവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. കടയിലെ തിരക്ക് അല്പം കുറഞ്ഞപ്പോൾ രാഘവൻ ചേട്ടൻ അനിലനെ ഭക്ഷണം കഴിക്കാനായി വിളിച്ചു. സ്റ്റീൽ മേശ ഒഴിഞ്ഞായിരുന്നു കിടന്നിരുന്നതെങ്കിലും അനിലൻ നേരെ ചെന്നിരുന്നത് മരമേശയുടെ മുന്നിലായിരുന്നു.
കടയുടെ ഉള്ളിലേക്ക് വന്ന സമയത്തും അനിലൻ അറിയാതെ പോലും ആ സ്റ്റീൽ മേശയുടെ അടുത്തേക്ക് ചെല്ലുന്നില്ല എന്ന കാര്യം ഞാൻ ശ്രദ്ധിച്ചു. അയാൾ മനഃപൂർവ്വം അതിൽ നിന്നും അകലം പാലിക്കുന്നത് പോലെ. ഇക്കാര്യം ഞാൻ വേണിച്ചേട്ടനോട് സൂചിപ്പിക്കുകയും ചെയ്തു. രാഘവൻ ചേട്ടൻ എങ്ങനെയാണോ ആ സ്റ്റീൽ മേശയെ ഒഴിവാക്കിയിരുന്നത്, അതുപോലെ തന്നെയായിരുന്നു അതിനോടുള്ള അനിലൻ്റെ സമീപനവും. ഒരുപക്ഷെ ഇയാളോട് ചോദിച്ചാൽ കാര്യം അറിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. അനിലൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കുറച്ചു നേരം കൂടി രാഘവൻ ചേട്ടനോട് വിശേഷങ്ങൾ പങ്കുവെച്ച് നിന്നു. അത് കഴിഞ്ഞ് അനിലൻ ഞങ്ങളോടെല്ലാം യാത്ര പറഞ്ഞിറങ്ങി. എന്തെങ്കിലും അറിയണമെങ്കിൽ ഇപ്പോൾ തന്നെ ചോദിക്കണം, ഇയാളെ പിന്നെ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. അയാൾ പോയതും രാഘവൻ ചേട്ടൻ പാചകത്തിൻ്റെ തിരക്കുകളിലേക്ക് കടന്നു. എന്തു ചെയ്യണമെന്നാലോചിച്ച് ഒരു നിമിഷം ഞാൻ ശങ്കിച്ചു നിന്നു. പിന്നാലെ പോയി ചോദിക്കുക തന്നെ. ഇപ്പോൾ കടയിൽ വേറെ ആരുമില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് മറുപടിക്ക് കാത്തു നിൽക്കാതെ അനിലൻ പോയ വഴിയെ വേഗത്തിൽ നടന്നു. അനിലനാണെങ്കിൽ അപ്പോഴേക്കും നടന്ന് ഒരു പാടവരമ്പത്തേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. പിന്നാലെ ഞാൻ വേഗത്തിൽ നടന്നു വരുന്നതിൻ്റെ ശബ്ദം കേട്ട് അനിലൻ തിരിഞ്ഞു നോക്കി. ഞാനാണെന്ന് കണ്ടതും ആൾ നടത്തം നിർത്തി സൗമ്യമായി ഒന്ന് പുഞ്ചിരിച്ചു. എന്തുപറ്റി? തിരക്കിട്ട് നടന്നു വരുന്ന എന്നെ കണ്ട് അനിലൻ ചോദിച്ചു. സത്യത്തിൽ അക്കാര്യം എങ്ങനെ ചോദിക്കണമെന്ന് എനിക്കൊരു പിടിയും ഉണ്ടായിരുന്നില്ല. ഒരു കാര്യം ചോദിക്കാനാണ്, അല്പം പരുങ്ങലോടെ ഞാൻ പറഞ്ഞു. അത് കേട്ട് എന്താ കാര്യമെന്ന ഭാവത്തിൽ അനിലൻ എന്നെ നോക്കി. നമ്മുടെ കടയിലെ സ്റ്റീൽ മേശയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ വളച്ചുകെട്ടില്ലാതെ നേരെ കാര്യത്തിലേക്ക് കടന്നു. അത് കേട്ട് അനിലൻ ഒരു നിമിഷത്തേക്ക് ആശയക്കുഴപ്പത്തിലായി. എന്തു പറയണമെന്ന കാര്യത്തിൽ സ്വയം ഒരു തീരുമാനത്തിലെത്താൻ കഴിയാത്തതുപോലെ ആളുടെ മുഖത്ത് വിവിധ ഭാവങ്ങൾ നിമിഷനേരം കൊണ്ട് മിന്നിമറഞ്ഞു. ഒരു കുഴപ്പവുമില്ലായിരുന്നെങ്കിൽ അത് ഇതിനോടകം തന്നെ അയാൾക്ക് തുറന്നു പറയാമായിരുന്നു. ഇതല്ല, കാര്യമായി എന്തോ മറയ്ക്കാനുള്ള ശ്രമമാണ്. അക്കാര്യം എനിക്ക് മനസ്സിലായി എന്ന് അനിലനും മനസ്സിലായി. അതിതുവരെ രാഘവൻ ചേട്ടൻ പറഞ്ഞിട്ടില്ലേ? അല്പനേരത്തെ മൗനത്തിന് ശേഷം അനിലൻ ചോദിച്ചു. പുള്ളി ഞങ്ങളോട് ഇന്നേവരെ ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞു. ആ, ചിലപ്പോൾ പേടിച്ചിട്ടാവും. പാവം. ഉച്ചയിൽ വെയിൽ തട്ടിയപ്പോൾ അനിലൻ ഒരു മരത്തിൻ്റെ തണലിലേക്ക് മാറി നിൽക്കുന്നതിനിടയിൽ പറഞ്ഞു. പേടിയോ? അതിനു മാത്രം എന്താ അവിടെ ഉള്ളത്? അല്പം ആശങ്കയോടെ ഞാൻ ചോദിച്ചു. ഏയ്, അങ്ങനെ കാര്യമായൊന്നുമില്ല, അതൊക്കെ ഓരോ തോന്നലുകളല്ലേ. എൻ്റെ ശബ്ദത്തിലെ മാറ്റം തിരിച്ചറിഞ്ഞ അനിലൻ ഒഴിഞ്ഞു മാറുന്ന പോലെ പറഞ്ഞു. അതോടെ ഞാൻ മുമ്പ് എനിക്കുണ്ടായ അനുഭവം അതേപടി അനിലന് വിവരിച്ചു കൊടുത്തു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്നോട് എല്ലാം തുറന്നു പറയുന്നതാണ് നല്ലതെന്ന് അനിലന് തോന്നിക്കാണണം. അതുവരെ എന്തോ മറച്ചു പിടിക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ച് അനിലൻ എന്നോടത് പറഞ്ഞു. ഏതാണ്ട് ഒരു വർഷം മുമ്പ് രാഘവൻ ചേട്ടൻ ചായക്കട ഒന്ന് നവീകരിക്കാൻ തീരുമാനിച്ച സമയം. ആ സമയത്ത് കടയിൽ ആകെ ഒരു മേശയും ബെഞ്ചും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പണിക്കാരനായി അനിലനും. കവലയിലേക്ക് കൂടുതൽ ബസ് സർവീസുകൾ ആരംഭിച്ചതോടെ കടയിലും അതിൻ്റെ മാറ്റമുണ്ടായി. കടയിൽ തിരക്ക് വർദ്ധിച്ചു. അതാണ് രാഘവൻ ചേട്ടൻ അങ്ങനെ ഒരു തീരുമാനത്തിലെത്താനുണ്ടായ കാരണം. നവീകരണത്തിൻ്റെ ഭാഗമായി കട ഒരാഴ്ചത്തേക്ക് അടച്ചിട്ടു. കട മൊത്തത്തിൽ പെയിൻ്റ് അടിക്കുകയും പുതിയ പാത്രങ്ങൾ വാങ്ങുകയും ഒക്കെ ചെയ്തു. കൂട്ടത്തിൽ ആ സ്റ്റീൽ മേശയും ബെഞ്ചുകളും. അങ്ങനെ നവീകരണത്തിൻ്റെ പണികളെല്ലാം തീർത്ത് കട തുറക്കാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് അത് സംഭവിക്കുന്നത്. അതൊരു മഴക്കാലമായിരുന്നു. യാദൃശ്ചികമായാണ് കവലയിൽ നിന്നും കുറച്ചുള്ളിലേക്ക് മാറിയുള്ള പൊട്ടക്കുളത്തിൽ ആരോ മരിച്ചു കിടക്കുന്നത് നാട്ടുകാരിൽ ചിലർ കാണുന്നത്. അവർ വേഗം തന്നെ അക്കാര്യം പോലീസിൽ അറിയിക്കുകയും ചെയ്തു. പൊതുവെ അതുവഴി ആൾസഞ്ചാരം നന്നേ കുറവാണ്. പോലീസിൻ്റെ പ്രാഥമിക പരിശോധനയിൽ മൃതദേഹത്തിന് 2 ദിവസത്തിലധികം പഴക്കമുണ്ടെന്ന് മനസ്സിലായി. ശവശരീരം ആശുപത്രിയിലേക്ക് മാറ്റാൻ പറ്റിയ അവസ്ഥയിലല്ല എന്നും ആ സ്ഥലത്ത് വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നും പോലീസുകാരുടെ കൂടെ വന്ന ഫോറൻസിക് സർജൻ പറഞ്ഞു. അതിനാവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും അവരുടെ പക്കലുണ്ടായിരുന്നു. ഒന്നൊഴികെ മൃതദേഹം കിടത്താൻ പറ്റിയ മേശ. അത് വാഹനത്തിൽ കൊണ്ടുപോവുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് അടുത്തുള്ള ആരുടെയെങ്കിലും വീട്ടിൽ നിന്നും ഒരു മേശ എടുക്കാൻ പോലീസ് തീരുമാനിച്ചു. അടുത്തുള്ള ചില വീടുകളിൽ അവർ പോയി നോക്കിയെങ്കിലും പറ്റിയതൊന്നും അവർക്ക് കിട്ടിയില്ല. ആ സമയത്താണ് ആ നാട്ടുകാരനായ ഒരു പോലീസുകാരന് രാഘവൻ ചേട്ടൻ്റെ കടയുടെ കാര്യം ഓർമ്മ വന്നത്. കടയിലേക്ക് പുതിയ സാധനങ്ങൾ ഇറക്കുന്ന കൂട്ടത്തിൽ ഒരു പുതിയ സ്റ്റീൽ മേശയും ഇറക്കുന്നത് അയാൾ കണ്ടിരുന്നു. അയാൾ അക്കാര്യം മുതിർന്ന ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. അതോടെ അവർ രാഘവൻ ചേട്ടനോട് മേശ കാണിച്ചു തരാൻ പറഞ്ഞു. രാഘവൻ ചേട്ടൻ ഒന്നും അടിച്ചെങ്കിലും പോലീസിനെ ധിക്കരിക്കാനുള്ള ധൈര്യമൊന്നും പുള്ളിക്കില്ലായിരുന്നതുകൊണ്ട് മറിച്ചൊന്നും പറയാൻ നിൽക്കാതെ പോലീസിനൊപ്പം കടയിലേക്ക് പോയി. കടയിലെത്തിയ രാഘവൻ ചേട്ടൻ നേരെ മരത്തിൻ്റെ മേശ എടുക്കാനായി ചെന്നു. പക്ഷേ പോലീസുകാർ സമ്മതിച്ചില്ല. അതിൻ്റെ കാലുകൾക്ക് ചെറിയ ഇളക്കമുണ്ടെന്നും നല്ല ബലമുള്ളത് വേണമെന്നും പറഞ്ഞ് അവർ ആ സ്റ്റീൽ മേശ കടയിൽ നിന്നും എടുപ്പിച്ചു. അങ്ങനെ രാഘവൻ ചേട്ടനും അനിലനും കൂടി മേശ അവർ ആവശ്യപ്പെട്ട സ്ഥലത്തേക്ക് എത്തിച്ചു. അപ്പോഴേക്കും ദുർഗന്ധം മൂലം അവിടെ കൂടി നിന്നിരുന്ന നാട്ടുകാരൊക്കെ സ്ഥലം വിട്ടിരുന്നു. അന്നു പകൽ ആ പൊട്ടക്കുളത്തിൻ്റെ പരിസരത്ത് ഷീറ്റ് കൊണ്ട് മറകെട്ടി തിരിച്ച ശേഷം രാഘവൻ ചേട്ടൻ്റെ കടയിലെ സ്റ്റീൽ മേശമേൽ കിടത്തി ഡോക്ടർ ആ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തു. മേശപ്പുറത്ത് അവർ ഷീറ്റും കാര്യങ്ങളുമൊക്കെ വിരിച്ച ശേഷമാണ് അത് ചെയ്തതെങ്കിലും രാഘവൻ ചേട്ടന് അതോടെ ആ മേശയോട് ഒരുതരം വെറുപ്പായി. രാഘവൻ ചേട്ടന് മാത്രമല്ല, അനിലനും.
നടപടികളെല്ലാം കഴിഞ്ഞ ശേഷം തിരികെ കിട്ടിയ മേശ കൈകൊണ്ട് തൊടാൻ പോലും രാഘവൻ ചേട്ടൻ മടിച്ചു. പക്ഷേ പൈസ മുടക്കി വാങ്ങിച്ചതല്ലേ, വെറുതെ അങ്ങ് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് രാഘവൻ ചേട്ടനും അനിലനും കൂടി ആ സ്റ്റീൽ മേശ കടയിലേക്ക് എടുത്തുകൊണ്ടുപോയി. അതിനുശേഷം ഒരു ദിവസം, അന്ന് രാഘവൻ ചേട്ടൻ കട പൂട്ടി ഇറങ്ങാൻ നേരം കടയുടെ ഉള്ളിലെ ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്തതും മേശപ്പുറത്ത് ആരോ കിടക്കുന്നത് രാഘവൻ ചേട്ടൻ കണ്ടു. പുള്ളി മാത്രമല്ല, അടുത്തുണ്ടായിരുന്ന അനിലനും ആ കാഴ്ച നല്ല വ്യക്തമായി കണ്ടു. വെള്ളത്തിൽ വീണ് അഴുകി വെളുത്ത ഒരു ശവശരീരം ആ സ്റ്റീൽ മേശപ്പുറത്ത് നീണ്ടു നിവർന്ന് കിടക്കുന്നു. അത് കണ്ടു പേടിച്ച് രണ്ടുപേർക്കും പനിയും പിടിച്ചു. അന്നു മുതലാണ് രാഘവൻ ചേട്ടന് ഇരുട്ടിനോടുള്ള പേടി ആരംഭിക്കുന്നത്. ആ സംഭവത്തിന് ശേഷം അനിലൻ കടയിലെ ജോലി നിർത്തി വേറെ സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു. അതാണ് അനിലൻ എന്നോട് പറഞ്ഞ കഥ. അത് കേട്ടതോടെ പിന്നെ എനിക്ക് കടയിലേക്ക് തിരികെ ചെല്ലാൻ പോലും പേടി തോന്നി. കാരണം രാഘവൻ ചേട്ടനും അനിലനും കടയിൽ വെച്ചുണ്ടായത് വെറും തോന്നലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവർ ആ മൃതദേഹം നേരിട്ട് കണ്ടിട്ടുള്ളവരാണ്. പക്ഷെ എൻ്റെ കാര്യം അങ്ങനെയല്ല. ഈ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് പോലും. ഞാൻ കണ്ടത് ശരിക്കും അന്ന് മരണപ്പെട്ട ആളുടെ പ്രേതത്തെ തന്നെയായിരിക്കണം. അതോർത്തപ്പോൾ എൻ്റെ ഉള്ളിലൂടെ ഒരു വിറയൽ കടന്നുപോയി. തിരികെ കടയിലേക്ക് പോകണോ എന്ന് ശങ്കിച്ച് ഞാൻ കുറച്ചു നേരത്തേക്ക് ആ പാടവരമ്പത്ത് നിന്നു. അപ്പോൾ ശരി, പിന്നെ എപ്പോഴെങ്കിലും കാണാമെന്നും പറഞ്ഞ് അനിലൻ എൻ്റെ തോളിലൊന്ന് തട്ടിയ ശേഷം തിരിഞ്ഞു നടന്നു. ഞാൻ യാന്ത്രികമായി ഒന്ന് തലയാട്ടിയ ശേഷം തിരികെ കടയിലേക്ക് തന്നെ പോയി. കടയിലെത്തുമ്പോൾ വേണുചേട്ടൻ സ്റ്റീൽ മേശയിൽ വെച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. നീ എവിടെ പോയതാ? എന്നെ കണ്ടു വേണുചേട്ടൻ ചോദിച്ചു. ഏയ്, ഒന്ന് പുറത്ത്, അവിടം വരെ. അങ്ങനെ എന്തോ പറഞ്ഞ് വ്യക്തമായ ഒരു ഉത്തരം നൽകാതെ ഞാൻ ഒഴിഞ്ഞു മാറി. പക്ഷേ ഞാൻ എവിടേക്കാണെന്നും എന്തിനാണ് പോയതെന്നും രാഘവൻ ചേട്ടന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ പുള്ളി എന്നോട് ഒന്നും തന്നെ ചോദിച്ചില്ല. അന്നത്തോടെ ചായക്കടയിലെ പണി നിർത്താൻ ഞാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഓരോന്ന് കണ്ട് പേടിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കുമോ എന്തോ. വേണുചേട്ടനും ഇങ്ങനെ ഒരു സംഭവം നടന്നതായി കേട്ടിട്ടുണ്ടായിരിക്കാൻ സാധ്യതയില്ല. ഇനി അഥവാ കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഇവിടുത്തെ സ്റ്റീൽ മേശ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഉപയോഗിച്ച കാര്യം അറിഞ്ഞിരിക്കാൻ വഴിയില്ല. അത് ഇന്നാട്ടുകാർക്ക് പോലും അറിയാത്ത ഒരു കാര്യമാണ്. അനിലൻ പറഞ്ഞതുപോലെ കടയിൽ നിന്നും മേശയെടുത്ത് ചെല്ലുമ്പോഴേക്കും ദുർഗന്ധം മൂലം നാട്ടുകാരൊക്കെ ആ പരിസരത്തു നിന്നും പോയിരുന്നത് കൊണ്ട് അവരാരും ഇക്കാര്യം അറിഞ്ഞു കാണില്ല. അറിയാമായിരുന്നെങ്കിൽ അവരിൽ പലരും ഈ കടയിലേക്ക് കയറുക പോലും ചെയ്യില്ല. ഇക്കാര്യം വേണുചേട്ടനെ കൂടി അറിയിക്കണം, അല്ലെങ്കിൽ പുള്ളിയെ കെണിയിൽപ്പെടുത്തുന്നത് പോലെയാവുമെന്ന് എനിക്ക് തോന്നി. അന്ന് തന്നെ രാഘവൻ ചേട്ടൻ പുറത്തുപോയ തക്കത്തിന് ഞാൻ ഇക്കാര്യം വേണുചേട്ടനോട് പറഞ്ഞു. പക്ഷേ എന്നെ അതിശയിപ്പിച്ചത് പുള്ളിക്കാരൻ്റെ മറുപടിയായിരുന്നു. ഇതൊക്കെ ഇത്ര വലിയ പ്രശ്നമാക്കി എടുക്കേണ്ടതുണ്ടോ എന്നായിരുന്നു അത് കേട്ട വേണുചേട്ടൻ ആദ്യം തന്നെ ചോദിച്ചത്. നമ്മളെല്ലാം മനുഷ്യരല്ലേ? അന്ന് മരണപ്പെട്ട ആളുടെ മൃതദേഹത്തോട് കരുണ കാണിക്കുക തന്നെയല്ലേ ചെയ്യേണ്ടിയിരുന്നത്? അതിന് രാഘവൻ ചേട്ടനും ഈ കടയും മേശയുമൊക്കെ ഒരു നിമിത്തമായി, അത്രയേ ഉള്ളൂ എന്നും പറഞ്ഞ് വേണുചേട്ടൻ ഒരു മടിയും കൂടാതെ ആ സ്റ്റീൽ മേശയിൽ കയ്യും കുത്തി ചാരി നിന്നു. സത്യത്തിൽ അപ്പോഴാണ് ആ കാര്യത്തിന് അങ്ങനെ ഒരു വശമുള്ളത് ഞാൻ ചിന്തിച്ചത്. ശരിയാണ്, ഒരു തരത്തിൽ മരിച്ചയാളെ സഹായിക്കുകയാണ് ചെയ്തത്. പക്ഷേ അങ്ങനെയെങ്കിൽ ഞാനും അനിലനും രാഘവൻ ചേട്ടനും കണ്ട ആ രൂപം എന്താണ് അർത്ഥമാക്കുന്നത്? എനിക്കൊരു പിടിയും കിട്ടിയില്ല. ഇക്കാര്യം പറഞ്ഞപ്പോൾ വേണുചേട്ടൻ എന്നോട് മറ്റൊരു കാര്യം പറഞ്ഞു. ഒരു മനുഷ്യന് 7 ജീവനുകളുണ്ട്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ശവശരീരം അവസാനമായി ഉണ്ടായ 7 സ്ഥലങ്ങളിൽ അവ തങ്ങി നിൽക്കും. ആ സ്ഥലങ്ങളിൽ ചില സമയങ്ങളിൽ ഇതുപോലെ ഓരോന്ന് കണ്ടെന്നൊക്കെ വരും. അതും അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. കാരണം അത് കേവലം ഒരു ഊർജം മാത്രമാണ്. അതിന് ആരെയും ഒന്നും ചെയ്യാനുള്ള ശേഷിയൊന്നുമില്ല. ഒരു ഘട്ടം കഴിഞ്ഞാൽ അതവിടം വിട്ടു പോവുകയും ചെയ്യും. ഞാൻ പറഞ്ഞ 2 കാര്യങ്ങളെയും വേണുചേട്ടൻ നിസ്സാരമാക്കി തള്ളിക്കളഞ്ഞു. അത് എൻ്റെ മനോഭാവം മാറാനും സഹായകമായി. കാരണം ഞാൻ 2 തവണ പേടിച്ചതല്ലാതെ വേറെ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നെ ഉപദ്രവിക്കാനോ മറ്റോ ആയിരുന്നെങ്കിൽ അതിന് പറ്റിയ സാഹചര്യങ്ങൾ എത്രയോ ഉണ്ടായിരുന്നു. വേണുചേട്ടൻ പറഞ്ഞതുപോലെ അതൊന്നും അത്ര വലിയ പ്രശ്നമാക്കി എടുക്കേണ്ടതില്ല. അതുകൊണ്ട് പെട്ടെന്ന് പണി നിർത്താമെന്ന എൻ്റെ തീരുമാനം ഞാൻ മാറ്റി. എങ്കിലും രാത്രി കട പൂട്ടിപ്പോകാൻ നേരം ഇരുട്ടത്ത് നിൽക്കാനുള്ള പേടി എന്നെ വിട്ടുപോയില്ല. അന്നും തുടർന്നുള്ള ദിവസങ്ങളിലും ഉള്ളിലെ പ്രധാന ലൈറ്റ് ഞാൻ ഓൺ ചെയ്തിട്ടുകൊണ്ടാണ് കട അടച്ചത്. അങ്ങനെയിരിക്കെ കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു ദിവസം, അന്ന് രാത്രി കട അടയ്ക്കാൻ നേരം എന്നത്തെയും പോലെ രാഘവൻ ചേട്ടൻ പുറത്തേക്ക് ഇറങ്ങി നിന്നു. ഞാൻ കടയുടെ ഉള്ളിലെ പ്രധാന ലൈറ്റ് ഒഴികെ ബാക്കി എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്തു. അതൊരു ശീലമായി മാറിയിരുന്നു. പക്ഷേ ഞാൻ പുറത്തേക്ക് ഇറങ്ങാനായി തിരിഞ്ഞതും കറണ്ട് പോയി. കടയുടെ ഉള്ളിലും പരിസരത്തും ഇരുട്ട് നിറഞ്ഞു. അത് ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതുകൊണ്ട് ഞാൻ ശരിക്കും പേടിച്ചുപോയി. വ്യഗ്രതയോടെ ഞാൻ പോക്കറ്റിൽ നിന്നും പെൻ ടോർച്ച് തപ്പിയെടുത്ത് ഓൺ ചെയ്തു. എന്നാൽ അപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്. ഇത്രയും നാൾ ഇരുട്ടത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകാറുണ്ടായിരുന്ന കൂടെ ആരോ ഉണ്ടെന്നുള്ള തോന്നൽ ഇപ്പോഴില്ല. എങ്കിലും ഞാൻ പേടിയോടെ തന്നെ ആ സ്റ്റീൽ മേശമേലേക്ക് ടോർച്ച് തെളിച്ചു നോക്കി. അവിടെ ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ച ഞാൻ പ്രതീക്ഷിച്ചെങ്കിലും അതും ഉണ്ടായില്ല. മേശ ശൂന്യമായിരുന്നു. വേണുചേട്ടൻ പറഞ്ഞ പോലെ ഏതോ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അന്ന് മരണപ്പെട്ട വ്യക്തിയുടെ ജീവൻ്റെ അംശം ഇവിടം വിട്ടുപോയി കാണും.
അന്ന് കറണ്ട് വന്നില്ല എങ്കിലും സമാധാനത്തോടെയാണ് ഞാൻ ഇരുട്ടത്ത് നിന്നുകൊണ്ട് കട അടച്ചത്. അന്ന് മാത്രമല്ല, അതിനുശേഷം പിന്നീട് ഒരു രാത്രിയിലും ഒരിക്കൽ പോലും കൂടെ ആരും ഉണ്ടെന്നുള്ള തോന്നൽ എനിക്കുണ്ടായിട്ടില്ല. എനിക്കാദ്യം ആ സ്റ്റീൽ മേശയോട് തോന്നിയ വെറുപ്പും ഭയവും വേണിച്ചേട്ടൻ്റെ അന്നത്തെ ഉപദേശം മൂലം ഇല്ലാതായി. പക്ഷേ രാഘവൻ ചേട്ടൻ ഇപ്പോഴും ആ മേശയോട് അകലം പാലിച്ച് ശീലങ്ങൾക്ക് മാറ്റം വരുത്താതെ തന്നെ തുടരുകയാണ്. ഒരു പക്ഷേ എന്നെങ്കിലും പുള്ളിയുടെ മനോഭാവവും മാറുമായിരിക്കും.